മീശമാധവൻ എന്ന സിനിമ കണ്ടിട്ടില്ലാത്തവരായിട്ടുള്ളവർ വളരെ കുറവായിരിക്കും അല്ലെ. ഈ സിനിമയില് നമ്മുടെ മാള അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു പ്രശ്നമുണ്ട്. കാല് നിലത്തേക്ക് പോലും കുത്താൻ പറ്റുന്നില്ലാത്ത ഒരു രോഗം, ആണിരോഗം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ആണിരോഗം എന്ന് പറയുന്നത് ആകെ ഒരു ടൈപ്പിൽ, ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള കാലിന് വരുന്ന രോഗങ്ങളെ നമ്മൾ ആണിരോഗം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആണിരോഗം എന്നാൽ എന്താണ്, ഏതൊക്കെ ടൈപ്പുകളാണ് ഉള്ളത്, ഇത് എങ്ങനെ ഉണ്ടാവുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആൺരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ ആണുരോഗം എന്ന് പറയുന്നത്. രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് കോൺസ് ആണ്. അതായത് കാലുകൾക്ക്, നമ്മുടെ കാൽപാദങ്ങൾക്ക് അമിതമായിട്ട് നമ്മുടെ വെയിറ്റ് ബിയറിംഗ്, നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് മൊത്തം താങ്ങുന്ന ഇത് കാലുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലിന്റെ അടിഭാഗമാണ്, അല്ലെങ്കിൽ ഉള്ളം കാലുകളിലാണ് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് മൊത്തം ഭൂമിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. അപ്പൊ അമിതമായിട്ട് പ്രഷർ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഈ കാൽപാദത്തിന് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഉള്ളംകാലിന് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെയാണ് കോൺസ് എന്ന് പറയുന്ന തരത്തിലുള്ള ആണിരോഗം. ഇത് പ്രധാനമായിട്ട് നമ്മുടെ ഉള്ളംകാലിന്റെ ആ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് പ്രഷർ ഫ്രിക്ഷൻ വരുന്ന ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഉള്ളംകാലിൽ വരാം, അതുപോലെ തന്നെ നമ്മളുടെ കാലിന്റെ വിരലുകളുടെ അടിഭാഗത്ത് വരാം, വിരലുകൾക്കിടയിൽ വരാം, വിരലുകളുടെ സൈഡിൽ വരാം. വിരലുകൾക്കിടയിൽ വരുന്ന കോൺസ് പലപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. ബാക്കി ഏത് ഭാഗത്ത് വരുന്ന കോൺസും അമിതമായിട്ട് കുറച്ച് ഹാർഡ് ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ നടുവിലേക്ക് പോകുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ഹാർഡ്നെസ് കൂടി വരുന്നത്. അതായത് ഒരു കുരു പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഏകദേശം ഒരു യെല്ലോവിഷ് വൈറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ തന്നെയായിരിക്കും ഇതിനുണ്ടാവുന്നത്. നമ്മളിത് പിടിച്ചാല് നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു വേദന അനുഭവപ്പെടുന്നത്. അസഹനീയമായിട്ടുള്ള വേദന അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാല് നിലത്ത് കുത്താനും അതുപോലെ തന്നെ നടക്കാനും ഒക്കെ ഒരു ഡിസ്കംഫോർട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു വേദനയായിരിക്കും പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയും, പിന്നെ അതിന്റെ ഒരു കാഴ്ചയിൽ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഇരിക്കുന്ന ഒരു രീതി വെച്ചിട്ടാണ് നമ്മളത് കോൺസ് ആണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. ഈ ഒരു രോഗം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ തന്നെയാണ്. അതായത് നമ്മുടെ കാലിന് പാകമാകാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അമിതം ടൈറ്റ് ആയിട്ട് വരുന്ന ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാലുകൾക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് വരും. ശരിയായ രീതിയിൽ വെയിറ്റ് ബാലൻസ്, ഉള്ളംകാലിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലാതെ വരും. ഫ്രിക്ഷന് അതുപോലെ തന്നെ പ്രഷറൊക്കെ കാലിന് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഉള്ളംകാലിൽ ഇതുപോലെ കോൺസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈ ഹീൽസ് ഒക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, അപ്പൊ നമുക്ക് കാല് കുറച്ചൊന്ന് പൊങ്ങിയായിരിക്കും അല്ലെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കാല് ഇങ്ങനെയാണ് നമ്മുടെ നിലത്ത് പ്രതലത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ടച്ച് ചെയ്യേണ്ടത്. പക്ഷെ ഹീൽസ് ഇടുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഒരു പ്രഷറിന് ഡിഫറൻസ് വരികയും നമ്മുടെ ആ ഒരു പെരുവിലിന്റെ ഭാഗത്തേക്ക് കൂടുതൽ വെയിറ്റ് പോവുകയും അല്ലെങ്കിൽ അവിടെ അമിതമായിട്ട് ഫ്രിക്ഷൻ അല്ലെങ്കിൽ പ്രഷർ വരാനുള്ള ഒരു സാധ്യത കൂടുതലുള്ളത് കാരണം നമുക്ക് കോൺസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പലപ്പോഴും കാലിൽ ചെരുപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മളുടെ ഫ്ലോർ അല്ലെങ്കിൽ വീടിന്റെ അകത്തല്ലാതെ മുറ്റം അല്ലെങ്കിൽ പുറം പറമ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഫ്ലോർ ഒരിക്കലും റെഗുലർ അല്ല. അവിടെ ചില ഭാഗത്ത് പൊങ്ങി ഉണ്ടാവും, അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടാവും, ചില ഭാഗത്ത് സ്മൂത്ത് ആയിട്ടുള്ള മണലായിരിക്കും, ചില ഭാഗത്ത് താഴ്ചയായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള സർഫസിൽ കൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു പെയർ ഫൂട്ടായിട്ട് അല്ലെങ്കിൽ നഗ്നപാതരായിട്ട് നടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പല സ്ഥലത്തും പല സാഹചര്യത്തിലും പലതരത്തിലുള്ള പ്രഷറുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരും. ഇങ്ങനെ ബെയർഫൂട്ടായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ബെയർഫൂട്ടഡായിട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന ആളുകൾക്ക് കോൺ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും അമിതമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള വണ്ണം ഉള്ളവർക്ക് കോൺസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. ഇനി നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളൊരു കാലിന് ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കാല് പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു അതിന്റെ ആ ഒരു റഫ്നെസ് ഒക്കെ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോൺസ് വരാനുള്ളൊരു സാധ്യതയെ കൂട്ടാറുണ്ട്. ഒരിക്കലും ഇതൊരു സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പരത്തുന്ന രീതിയിലുള്ള ഒരു അസുഖമല്ല. നമ്മൾ കാല് പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കോൺസില് നല്ല രീതിയിലുള്ള ഇത് കൊണ്ടുവരാനായിട്ട്, ഒരു പോം വഴി അല്ലെങ്കിൽ കുറവ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം അടുത്ത ഒരു കാറ്റഗറി വരുന്നത് പ്ലാന്റാർ വാർഡ്സ് എന്ന് പറയും. ഇത് ശരിക്കും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു രോഗകാരി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും കാണപ്പെടുന്നത് കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ്.
അപ്പൊ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്, അതുപോലെ തന്നെ പൂൾസ് ഉണ്ടല്ലോ, സ്വിമ്മിംഗ് പൂൾസ്. ഒരുപാട് പേര് നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൂൾസ് ഒക്കെ ഒത്തിരി പേര് ഉപയോഗിക്കുന്ന പൂൾസ് ആണ് അല്ലെ. അങ്ങനെയുള്ള പൂൾസിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ചില നനഞ്ഞ പുല്ലുകളിലൊക്കെ ഈ ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു അബണ്ടൻസ് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ഒരു രോഗമുള്ളവരുടെ അവര് ചെരുപ്പില്ലാതെയൊക്കെ നടക്കുന്ന സമയത്ത് ഷെഡ് ചെയ്യുന്ന ആ ഒരു ബാക്ടീരിയ വൈറസുകളായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു വൈറസിന്റെ പ്രസൻസ് ഉള്ള സ്ഥലത്ത് കൂടി നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മുടെ കാലുകൾ, എന്തായാലും നമ്മുടെ കാലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻസിലൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോഴ്സും സ്ക്രാച്ചസും ലീഷൻസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ വൈറസുകൾ ഈ സ്ക്രാച്ചസിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയ മുറിവുകളിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കിടക്കും. ഈ വൈറസുകൾ ഉള്ളിൽ ചെന്ന് നമുക്ക് ആവശ്യത്തിന്, അതായത് നമ്മുടെ ശരീരത്തിൽ കടന്നു വന്ന ഫോറിൻ ബോഡീസിനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ തുരത്താൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനാണ് പ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ വെളുത്ത രക്താണുക്കളാണ്. അപ്പൊ ഈ ഒരു പ്രതിരോധ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ HPV അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ നമുക്ക് വേണ്ട രീതിയിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ HPV നമ്മുടെ ശരീരത്തിനെ ഇൻവേഡ് ചെയ്യുകയും അതിന്റെ ഒരു പത്തോളജിക്കൽ കണ്ടീഷനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലാന്റാർ വാർഡ്സ് വരികയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ മേജർ കാരണം. നമുക്ക് ബെയർ ഫൂട്ടഡ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിൽ കൂടി നടക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക്, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പ്ലാന്റാർ വാർഡ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് നമുക്കിതിനൊരു ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ട് നമ്മുടെ കാൽപാദത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. നമുക്ക് നടക്കാനും അതുപോലെ തന്നെ കാലിനകത്ത് കുത്താനും ഒക്കെ നല്ല വേദന ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു സർഫസ് മറ്റേതിൻ്റെതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കില്ല, റഫായിട്ട് കോൺസിൻ്റെതുപോലെ സ്മൂത്ത് അല്ല, റഫ് സർഫസ് ആയിരിക്കും വാൾസിന് ഉണ്ടാവുക. ഇതിന്റെ ഒരു കണ്ടാജിയസ് അല്ലെങ്കിൽ അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈറൽ ഇൻഫെക്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ പലപ്പോഴും ഇത് നമുക്ക് സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മളതിനെ നുള്ളുക എന്ന് പറയില്ല, ഇങ്ങനെ പിഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വേദന കൂടുതലായിട്ടും അനുഭവപ്പെടാറ്. പിന്നെ പലപ്പോഴും ഇതിന് ഇതൊരു വാർഡ്സ് ആണ്. ഇതിന് പലപ്പോഴും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അതിന്റെ ഒരു സെന്ററിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ചെറിയ കുത്തുകൂടി ഉണ്ടാവും. അത് അതിനുള്ളിൽ കാണപ്പെടുന്ന ക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് കോൺസിനെയും വാർഡ്സിനെയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ട് രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചില ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് കോൺസ് ആയാലും വാർഡ്സ് ആയാലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ കാല് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രണ്ട് കാലുകളും നല്ല വൃത്തിയായിട്ട് ധാരാളം വെള്ളം ഉപയോഗിച്ച്, അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കാല് മുക്കി വെച്ച് അതിനുശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കാല് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിവതും ബെയർഫൂട്ടഡ് ആയിട്ട്, അതായത് ചെരുപ്പില്ലാതെ നടക്കുന്നത്, പ്രത്യേകിച്ച് ഈ പുറത്തൂടെയൊക്കെ വീടിനകത്തല്ലാതെ പുറത്തൂടെയൊക്കെ ചെരുപ്പില്ലാതെ നടക്കുന്ന ആ ഒരു ടെൻഡൻസി ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാലുകൾക്ക് പാകമാകുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹൈ ഹീൽഡ് ചെരുപ്പുകൾ സ്ത്രീകൾക്ക് എന്തായാലും അത് ഒക്കേഷണലി ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് നമ്മൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിവതും ഇതിന്റെ ഒരു ഉപയോഗം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ധാരാളം പഴങ്ങള്, പച്ചക്കറികള്, മുട്ട, പാൽ, ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ വേണ്ട രീതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റെഗുലർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒബേസിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡയബറ്റീസ്, ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെയുള്ള മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്.